പൂച്ചകൾക്ക് ശരിക്കും 9 ജീവനുണ്ടോ? സത്യമോ മിഥ്യയോ? നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു വിശ്വാസമുണ്ട്, പൂച്ചയ്ക്ക് 9 ജീവനുണ്ട്. പല സിനിമകളിലും കഥകളിലും ഈ ആശയം കാണാം. പക്ഷേ ഇത് ശരിക്കും സത്യമാണോ? അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി പ്രചരിച്ച ഒരു വിശ്വാസം മാത്രമാണോ? ഇന്ന് അതിന്റെ യഥാർത്ഥ കഥ മനസ്സിലാക്കാം. ഈ വിശ്വാസം എവിടെ നിന്നാണ് വന്നത്? പൂച്ചയ്ക്ക് 9 ജീവനുണ്ട് എന്ന ആശയം വളരെ പഴക്കമുള്ളതാണ്. പുരാതന യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും ജനകീയ കഥകളിൽ പൂച്ചകളെ അത്ഭുതകരമായ ജീവികളായി ചിത്രീകരിച്ചിരുന്നു. പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത് കണ്ടാണ് ആളുകൾ ഇങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ട് 9? 9 എന്ന സംഖ്യ പല സംസ്കാരങ്ങളിലും ഭാഗ്യത്തിന്റെയും പൂർണ്ണതയുടെയും പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നു. അതിനാൽ പൂച്ചയുടെ അതിജീവന ശേഷിയെ വിവരിക്കാൻ 9 ജീവൻ എന്ന പ്രയോഗം ഉപയോഗിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ പൂച്ചയ്ക്ക് 9 ജീവനില്ല. ശാസ്ത്രം എന്താണ് പറയുന്നത്? ശാസ്ത്രീയമായി നോക്കുമ്പോൾ പൂച്ചയ്ക്ക് മറ്റെല്ലാ ജീവികളെയും പോലെ ഒരു ജീവൻ മാത്രമേയുള്ളൂ. പക്ഷേ അതിന്റെ ശരീരഘടനയും പ്രതികരണ വേഗവും കാരണം പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാറുണ്ട്. പൂച്ചയുടെ അതിവേഗ പ്രതികരണം. പൂച്ചയുടെ നാഡീവ്യവസ്ഥ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. അപകടം മനസ്സിലായാൽ ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ ശരീരം പ്രതികരിക്കും. അതാണ് പലപ്പോഴും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നത്. റൈറ്റിംഗ് റിഫ്ലെക്സ് എന്ന കഴിവ്. പൂച്ചകൾ ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ വായുവിൽ തന്നെ ശരീരം തിരിച്ച് താഴേക്ക് വരുന്ന രീതിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഇതിനെ റൈറ്റിംഗ് റിഫ്ലെക്സ് എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 3-4 ആഴ്ച പ്രായത്തിൽ തന്നെ ഈ കഴിവ് വികസിക്കാൻ തുടങ്ങും. വഴക്കമുള്ള നട്ടെല്ല്. പൂച്ചയുടെ നട്ടെല്ല് മനുഷ്യരുടേതിനേക്കാൾ കൂടുതൽ വഴക്കമുള്ളതാണ്. അതിനാൽ ശരീരവേഗത്തിൽ തിരിക്കാനും സന്തുലിതാവസ്ഥ നിലനിർത്താനും കഴിയും. വാലിന്റെ പങ്ക്. പൂച്ചയുടെ വാൽ ഒരു ബാലൻസ് സ്റ്റിക്ക് പോലെ പ്രവർത്തിക്കുന്നു. ചാടുമ്പോഴും വീഴുമ്പോഴും ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത് സഹായിക്കുന്നു. ശക്തമായ കാലുകൾ. പൂച്ചയുടെ പിൻകാലുകൾ വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് സ്വന്തം ഉയരത്തിന്റെ പല മടങ്ങ് ഉയരത്തിലേക്ക് ചാടാൻ അവയ്ക്ക് കഴിയുന്നത്. ഉയരത്തിൽ നിന്ന് വീണാലും രക്ഷപ്പെടുമോ? പലപ്പോഴും പൂച്ചകൾ ഉയരത്തിൽ നിന്ന് വീണിട്ടും ജീവിച്ചിരിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് എല്ലാ വീഴ്ചകളും സുരക്ഷിതമാണെന്ന് അർത്ഥമില്ല. ഗുരുതര പരിക്കുകളോ മരണവും ഉണ്ടാകാം. അതിശയിപ്പിക്കുന്ന യഥാർത്ഥ സംഭവങ്ങൾ. ലോകത്ത് നിരവധി പൂച്ചകൾ വളരെ ഉയരത്തിൽ നിന്ന് വീണിട്ടും ജീവിച്ചിരുന്നതായി വെറ്ററിനറി റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവയ്ക്ക് ചികിത്സ ആവശ്യമായിരുന്ന സംഭവങ്ങളും ധാരാളമുണ്ട്. പൂച്ചകൾക്ക് വേദന അനുഭവപ്പെടുമോ? അതെ, പൂച്ചകൾക്കും വേദന, പരിക്ക് അനുഭവപ്പെടും. അവയ്ക്ക് 9 ജീവൻ ഉള്ളതുകൊണ്ട് അപകടം ഒന്നുമല്ല എന്നത് തെറ്റായ ധാരണയാണ്. പൂച്ചകൾ എല്ലായ്പ്പോഴും കാലിൽ തന്നെയാണോ വീഴുന്നത്? അല്ല. ആവശ്യമായ ഉയരമോ സമയമോ ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ പൂച്ചയ്ക്ക് ശരീരം തിരിക്കാൻ കഴിയാതെ പോകാം. അപ്പോൾ പരിക്ക് സംഭവിക്കാം. വീട്ടിലെ പൂച്ചകളെ എങ്ങനെ സുരക്ഷിതമാക്കാം? ബാൽക്കണി, തുറന്ന ജനൽ, ഉയർന്ന ടെറസ് എന്നിവിടങ്ങളിൽ സുരക്ഷാ വലകൾ ഉപയോഗിക്കുന്നത് അപകട സാധ്യത കുറക്കാൻ സഹായിക്കും. പൂച്ചകൾ എന്തുകൊണ്ട് ഇത്ര ചടുലരാണ്? വേട്ടക്കാരെന്ന നിലയിൽ പരിണമിച്ച ജീവികളായതിനാൽ അവയുടെ പേശികളും നാഡീവ്യവസ്ഥകളും അതിവേഗ ചലനങ്ങൾക്ക് അനുയോജ്യമാണ്. മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നായകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പൂച്ചകൾക്ക് കൂടുതൽ ബാലൻസും ശരീരം തിരിക്കാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ടാണ് അവയെ കൂടുതൽ ചടുലരായി കാണുന്നത്. ജനപ്രിയ മിഥ്യകൾ. പൂച്ചയ്ക്ക് 9 ജീവൻ ഉള്ള ഒന്നും സംഭവിക്കില്ല എന്ന ധാരണ തെറ്റാണ്. ഇത്തരം വിശ്വാസങ്ങൾ കാരണം ചിലർ പൂച്ചകളുടെ സുരക്ഷ അവഗണിക്കാറുണ്ട്. യഥാർത്ഥ കാരണം പൂച്ചകളുടെ ശരീരഘടന, വേഗത, ബാലൻസ്, പ്രതികരണശേഷി എന്നിവയാണ് അവയെ പല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത്. അതിന് അമാനുഷിക ശക്തികളുമായി ബന്ധമില്ല. നമുക്ക് പഠിക്കാനുള്ളത് പൂച്ചകളുടെ കഴിവുകൾ അതിശയകരമാണെങ്കിലും അവയും ജീവിച്ചിരിക്കുന്ന ജീവികളാണ്. അവയെ കരുതലോടെയും സുരക്ഷിതമായ സാഹചര്യങ്ങളിലുമാണ് വളർത്തേണ്ടത്. അപ്പോൾ പൂച്ചയ്ക്ക് ശരിക്കും 9 ജീവനുണ്ടോ? ഉത്തരം ഇല്ല. പൂച്ചയ്ക്ക് ഒരു ജീവൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ അതുല്യമായ ശരീരഘടനയും ചടുലതയും കാരണം പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നു. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി പൂച്ചയ്ക്ക് 9 ജീവനുണ്ട് എന്ന വിശ്വാസം നിലനിന്നത്. നിങ്ങൾ ഇതുവരെ പൂച്ചയ്ക്ക് 9 ജീവനുണ്ട് എന്നത് സത്യമാണെന്ന് വിശ്വസിച്ചിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതൂ.